സ്പോർട്സ് മിക്സ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ മത്സരം നിങ്ങളിലേക്ക് എത്തുന്നത്. മത്സരം കാണുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ ടീമിന് വേണ്ടി വീണ്ടും ബാക്കിലോട്ടാണ് പാസ് മാറ്റിയിരിക്കുന്നത്. നേരെ ഗോൾ കീപ്പറുടെ കാലുകളിലേക്ക്. പാർത്ഥിവാണ് ഇന്നേ ദിവസം ഗോൾ വലകാക്കുന്നത് ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ ടീമിന് വേണ്ടി. വീണ്ടും അജീറിൻ്റെ മുന്നേറ്റം, യാതൊന്നും സംഭവിക്കുന്നില്ല, മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മൃദുൽ. വീണ്ടും മൃദുൽ നല്ലൊരു ക്രോസ് കൊടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അവിടെ. മൃദുലിൻ്റെ ക്രോസ് വരികയാണ്, ഒരു പവർഫുൾ ഷോട്ട്, രക്ഷപ്പെടുത്തുന്നു ഗോൾ കീപ്പർ. എറണാകുളം ജില്ലാ ഫുട്ബോൾ ടീമിന് വേണ്ടി കേരള പ്രീമിയർ ലീഗിൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ കളിക്കാൻ കഴിഞ്ഞ ഒരു താരം കൂടിയാണ് പാർത്ഥിവ്. ആൻഡ് 61ാമത് സീനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഇപ്പോൾ തന്നെ ആരാധകർ എന്തായിരുന്നാലും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധകരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും മറ്റൊരു ക്രോസ് കൂടെ വരികയാണ്. ജേഴ്സി നമ്പർ 7 നല്ലൊരു ക്രോസ് ആണ്. ഗോൾ കീപ്പറുടെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ട്. ആണ് നേരെ മൃദുലിലേക്ക്. ആൻഡ് മൃദുലിൻ്റെ ക്രോസ് വരുന്നു. ആൻഡ് ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയാണ്, അപകടം ഒഴിവാകുന്നു. എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും ഡ്രീംസ് എഫ് സിയും സംയുക്തമായാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് മഹാരാജാസ് കോളേജ് മൈതാനത്ത്. കുറഞ്ഞ പാസുകൾ വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്കേഴ്സിന് ഗോൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നല്ല പാസുകളാണ് നമുക്ക് വേണ്ടത്, നല്ല ഗോളുകൾ നമുക്ക് വേണം. നല്ല ഗോളുകൾ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. ഈ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് യുവതാരങ്ങൾ കളിക്കുന്നു. മടങ്ങി വരാം ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ ടീമിൻ്റെ മുന്നേറ്റമാണ്. നല്ലൊരു ക്രോസിനുള്ളൊരു ഒരുപാട് സമയമുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിലും ഇതുപോലെയായിരുന്നു മലപ്പുറം വേഴ്സസ് തൃശ്ശൂർ മത്സരം. ആൻഡ് നല്ലൊരു ചാൻസ് ഉണ്ട് അവിടെ, ഇത്തവണയും ഉപയോഗിക്കാൻ കഴിയാതെ പോകണം. നോക്കുക, വീണ് ട്രോഫി ടീമിൻ്റെ സഹപരിശീലകൻ കൂടിയായിരുന്നു ബിനോസ് കറിയ. മറുഭാഗത്ത് അലി അക്ബറാണ് മുഖ്യ പരിശീലകൻ ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ ടീമിൻ്റെ. നിലവിൽ കേരള ജൂനിയർ വനിതാ ടീമിൻ്റെ 45 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലാണ് കളി പൊക്കോണ്ടിരിക്കുന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ ടീമിൽ ലീഡ് തുടരുന്നത്. ആതിഥേയർക്കെതിരെ പന്തത്ത് ചേർന്നത് അവിടുന്ന് ഇടത് വിങ്ങിൽ കൂടി ഒരു ക്രോസ് വരികയാണ് അറ്റാക്കിംഗ് തേർഡിലോട്ട്. നല്ലൊരു ക്രോസ് ആയിരുന്നു, പക്ഷേ ഒന്ന് ക്ലിയറൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നേരെ ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് ജില്ലാ ടീമിൻ്റെ ഉള്ളത് നവീൻ മാത്രമാണ്. നവീൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിലേക്ക് പാസ് മാറ്റിയിരിക്കുന്ന എറണാകുളം ജില്ലാ ഫുട്ബോൾ ടീമിൻ്റെ താരങ്ങൾ. വീണ്ടും ജേഴ്സി നമ്പർ 4 ആൻഡ് ഫഹദ് അലിയാറിലേക്ക്. ഫഹദ് അലിയാർ പകരക്കാരനായി എത്തിയിരിക്കുന്നത്. ആൻഡ് ഓഫ് സൈഡ് ഗോൾ വിളിക്കപ്പെടുകയാണ്. മറ്റൊരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ലഭിക്കുകയാണ് അവിടെ. ഹരിശങ്കറിന്റെ ഫ്രീ കിക്ക്, ഒരു കർവിംഗ് ലോങ് ഫ്രീ കിക്കാണ്. ഗോൾ കീപ്പറുടെ പഞ്ചിങ് നമുക്ക് ഇത് ഗോളായി കഴിഞ്ഞാൽ കളിയുടെ ഗതി തന്നെ മാറുന്നതാണ്. ആൻഡ് ഹരിശങ്കറിന്റെ ഫ്രീ കിക്കാണ്. ആൻഡ് ഗോൾ കീപ്പറുടെ രക്ഷപ്പെടുത്തൽ അവിടെ. ആലപ്പുഴ ജില്ലാ ടീം രക്ഷപ്പെടുക. പെനാൽറ്റി ഷൂട്ട് ഔട്ട് നമുക്ക് അല്പസമയത്തിനായി കാണാവുന്നതാണ്. കിക്ക് ഫ്രം ദ പെനാൽറ്റിയാണ്. ആദ്യത്തെ കിക്കിനായി എറണാകുളം ജില്ലാ ടീമിൻ്റെ ജേഴ്സി നമ്പർ 14 വരികയാണ്. ആദ്യം തന്നെ സേവാണ് ആലപ്പുഴ ടീം നടത്തിയിരിക്കുന്നത് പാർത്ഥിവിലൂടെ. പാർത്ഥിവിൻ്റെ തകർപ്പൻ സേവ് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആദ്യത്തെ കിക്ക് എടുക്കുന്നത് നവീനാണ്. നവീൻ ഗോൾ കീപ്പർ തടുത്തിട്ട് ഷൺമുഖദാസ്. ആൻഡ് അടുത്ത കിക്കാണ് എറണാകുളം ജില്ലാ ടീമിൻ്റെ. രണ്ടാമത്തെ സേവാണ് ആലപ്പുഴ ജില്ലാ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ പേരിൽ കുറിക്കപ്പെടുന്നത് പാർത്ഥിവിൻ്റെ. നാലാമത്തെ കിക്ക് എടുക്കാനായി റെഡിയാവുകയാണ്. ഇതായിരുന്നു ആ ഒരു സേവ് പാർത്ഥിവിൻ്റെ. ജേഴ്സി നമ്പർ 17 അവർ കിക്ക് എടുത്തതിനായി. ജേഴ്സി നമ്പർ 11 ഹരിശങ്കർ വരികയാണ്. ഇത് സേവ് ചെയ്യാൻ സാധിച്ചാൽ ഈ മത്സരം ആലപ്പുഴ ടീമിന് വിജയിക്കാൻ സാധിക്കും. ആൻഡ് സേവ് ചെയ്തിരിക്കുന്നു. 3 നിർണായക സേവുകൾ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫൈനൽ വിസിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കിക്ക് ഫ്രം ദ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആതിഥേയരായ എറണാകുളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴ ടീം ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. നിർണായകമായ സേവാണ് പാർത്ഥിവ് നടത്തിയത്. 3 സേവുകളാണ് പാർത്ഥിവിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ.